എനിക്ക് തന്നെ സെലക്ഷൻ കിട്ടിയ വന്നാൽ മതിയായിരുന്നു. ആ ചേച്ചിയുടെ വരേണ്ട ഒരു കാര്യമില്ല. മനുഷ്യൻ്റെ മൂഡ് മൊത്തം മാറി. ഈ ചേച്ചിക്ക് എങ്ങനെ സെലക്ഷൻ കിട്ടിയെന്തോ. എത്രയും പെട്ടെന്ന് ഔട്ടായി പോയാൽ മതിയായിരുന്നു. സമാധാനം കിട്ടിയത് എന്ന് ഷോയാ. ഒന്നുമില്ല ആസിച്ചായ, എനിക്ക് നല്ല ദേഷ്യം വന്നിരിക്കുക. എന്നാ പറ്റിയടി? നീ കാര്യം പറ, ആസിച്ചായം പരിഹരിച്ചു തരും. എന്നാ പറ്റാനാടാ? ആ ചേച്ചി വെറുതെ ഷോ കാണിക്കുക. ഓ അതായിരുന്നോ? ചേച്ചി പാവാണല്ലോ, പിന്നെന്താ? ചെറുക്ക പൊക്ക പൊക്ക. നീ എന്റെ സൈഡാണോ ചേച്ചിയുടെ സൈഡാണോ? അയ്യോടി സോറി, എന്റെ മുത്തിന്റെ സൈഡല്ലേ. നീ പറയുന്ന ശരി, ചേച്ചി ഷോ തന്നെയാ. നിനക്കത് മനസ്സിലായില്ലേ? ആടി ആസിച്ചായെന്നത് മനസ്സിലായി. എനിക്കങ്ങ് ദേഷ്യം വന്നിട്ട് മേല. എന്നാ ഞാൻ നിന്നോട് വേറൊരു കാര്യം കൂടി പറയാം. എന്താടാ? അത് പിന്നെ നീ ചേച്ചിയോടൊന്നും ചോദിക്കരുത് കേട്ടോ. എനിക്ക് ചിലപ്പോൾ തോന്നിയതായിരിക്കും. എന്ത്? വാസിച്ചായനെ ചിലരൊക്കെ കണ്ട്. എന്ന് കണ്ടു എന്നാണ്? നീ ഒന്ന് തെളിച്ചു പറ. ഒന്നാമത് മനുഷ്യന് ദേഷ്യം വന്നിരിക്കുക. എടീ, നമ്മുടെ മാളി ചേച്ചിയും ടോബി ചേട്ടനും നമ്മുടെ ഡിങ്കോൾഫി ഉണ്ടോന്നൊരു സംശയം. എന്താണ് നീ പറയുന്നേ? അവര് നല്ല ഫ്രണ്ട്സാ. ഞങ്ങൾ കുട്ടിക്കാലം മുതലേ ഫ്രണ്ട്സാ. അതല്ലേ, ഇന്ന് ഞാൻ ചേച്ചിനെ കിച്ചണിൽ വെച്ച് കണ്ട് അവര് കൈ പിടിച്ച് നിൽക്കുന്നത്. അപ്പൊ ഞാൻ ചേച്ചിനെ വിളിച്ചപ്പോഴേ ചേച്ചി ഞെട്ടിപ്പോയി. അപ്പൊ പിന്നെ ഞാൻ വിഷയം മാറ്റിയടി. ഞാൻ അതിലോട്ടൊന്നും പോയില്ല. എടാ, ഇത് നാട്ടുകാരൊക്കെ കാണും. നീ മിണ്ടാണ്ടിരിക്കേ. ഞാൻ അങ്ങനെ പെണ്ണെങ്കിൽ തന്നെ ഒന്നും ഇപ്പൊ മിണ്ടണ്ട കേട്ടല്ലോ. ആ ശരി ശരി, നിന്റെ ഒരു അറിവിലേക്ക് പറഞ്ഞതേ ഉള്ളൂ. എന്റെ ചങ്കല്ലേടി നീ. ഞാൻ ഇതിനെ കുറിച്ചൊന്ന് പഠിക്കട്ടെ. പഠിക്കണൊക്കെ കൊള്ളാം. ചേച്ചിയുടെ കയ്യിൽ പൊട്ടീര് വാങ്ങിക്കൊണ്ട് വന്നേക്കരുത്. നിന്റെ ഒരു കാര്യം. ഇവനോ? എന്താടാ? പറഞ്ഞു തോലട്ടൊന്ന്. എടാ പാവണ്ടടാ. നീ എന്തിനാ ദേഷ്യപ്പെട്ട? എന്റെ പൊന്നോ, ദേഷ്യപ്പെട്ടതൊന്നുമില്ല. ഞാനേ പേടിച്ചതാ. നീ എന്തിനാണ് അവനെ പഠിക്കണേ? അവൻ ആ ഇത്രയേ ഉള്ളൂ. എടീ, നിനക്കിനെ അറിയാൻ പാടില്ലാത്തോണ്ടാ. മനുഷ്യന്റെ ഉറക്കവും കഴിഞ്ഞ് രാവിലെ തൊട്ടേക്ക് തല വരിച്ചിരിക്കുക. പറയണ നീ. എന്തിന്?